ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളൊരു ടാപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ടാപ്പിംഗ് കർഷകർ അല്ലെങ്കിൽ ടാപ്പ് ചെയ്യാനുള്ള റബ്ബർ തോട്ടമുള്ള മുതലാളിമാർ അല്ലെങ്കിൽ എന്താ പറയുക ടാപ്പിംഗ് തൊഴിലാളികൾ ഇവർ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ റബ്ബറിൻ്റെ കുറച്ച് പൊക്കത്തിലാണ് നമ്മൾ പട്ടയിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഭാഗം ചെത്തി തീർന്നു, ഈ ഭാഗം ചെത്തി തീർന്നു. അപ്പോൾ ഇതിൻ്റെ ഇത്രയും പൊക്കത്തിലാണ് പട്ടയിട്ടുള്ളത്. അപ്പം നമ്മൾ കൈ കുറച്ച് ഉയർത്തി വേണം ചെത്താൻ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് മുൻകാന, ഇവിടെ ചില്ല് വെച്ചിട്ടുണ്ട്, ചിരട്ടയുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് പിൻകാന വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചെത്തി ഇറങ്ങിയ ഭാഗമാണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് ചെത്തി ഇറങ്ങി. അപ്പോൾ ഇവിടെ കുറച്ച് പുതുപ്പട്ട ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പൊക്കത്തിലേക്ക് കയറ്റി പട്ടയിട്ടത്. ഓക്കെ, അപ്പോൾ ഈ ടാപ്പിങ്ങിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു നിങ്ങൾ. ഇവിടെ നമ്മൾ കാന കീറിയിട്ടുണ്ട്. കാന കീറിയിട്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുള്ളതുകൊണ്ട് വെളിച്ചം കറക്റ്റ് കിട്ടുന്നില്ലായിരിക്കും അല്ലേ. റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാന കീറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടാപ്പ് ചെയ്യുന്ന ആൾ എന്താ ചെയ്യുന്നത്, ഈ മരം ചെത്തിയതാണ്, മറ്റു മരങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മരം ചെത്തിയത് ശരിക്കും പറഞ്ഞാൽ കത്തി ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് തന്നെ മുൻകാന ഇങ്ങനെ എടുത്ത് പുറകോട്ട് ചെത്തിപ്പോയേക്കാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ റബ്ബർ മരത്തിൽ നിന്നും പാലിറങ്ങുന്നത് ഈ മുൻകാന കുത്തി ചെത്തുമ്പോഴും അതുപോലെ ആ ടാപ്പിങ് ചെത്തി കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ ഈ പിൻകാന കുത്തുമ്പോഴുമാണ് ഏറ്റവും കൂടുതൽ റബ്ബറിൽ നിന്ന് പാല് വരുന്നത്. ഈ രണ്ട് കാനയിൽ നിന്നാണ്. കാരണം ഈ ഭാഗം നമ്മൾ ചെത്തുന്നില്ല, അതുപോലെ ഈ ഭാഗവും നമ്മൾ ചെത്തുന്നില്ല. ഈ രണ്ട് കാന ഇവിടെ കുത്തി കഴിഞ്ഞാലാണ് പാല് വരിക. ഈ പട്ട ചെത്തുന്നതിൽ നമുക്കൊരു റബ്ബർ പട്ട ചെത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പാല് വരുന്നത് ഇവിടെയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ ഇവിടുന്ന് ഒറ്റ ചെത്തി പോകുമ്പോൾ ഈ കാനയ്ക്ക് കുത്തു കൊള്ളുന്നില്ല. കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് പ്ലെയിനായിട്ട് വന്നേക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ കാന കുത്തി തന്നെ ചെത്തണം, എങ്കിലേ ഒരു റബ്ബറിൽ നിന്നും നമുക്കൊരു ദിവസത്തെ ശരിക്കുള്ള ആദായം കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടാപ്പ് ചെയ്യുന്ന നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് മുൻകാന കുത്താതെ ചെത്തിക്കഴിഞ്ഞാൽ, അല്ലെ പിൻകാന കുത്താതെ പിന്നിന്ന്, ഇപ്പം അടിപ്പട്ടയാകുമ്പോൾ എന്ത് ചെയ്യും, പുറകിൽ നിന്ന് ഇങ്ങോട്ട് ചെത്തി വരും, പുറകു കാന കുത്തുകല. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചെത്തുമ്പോൾ കത്തി ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം കത്തി തിരിച്ച് പിടിച്ച് രണ്ട് കൈ കൊണ്ടും ചെത്തിയതിന് ശേഷം ഇവിടുന്ന് പുറകോട്ട് ചെത്തി പോവുക. ഇങ്ങനെ ചെത്തി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പുറകുകാന ചെത്തുമ്പോൾ ഇത് പുറകോട്ട് ഇങ്ങനെ കുത്തി കയറ്റണ്ട, ഇവിടെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അടിപ്പട്ടയാണ് ഇവിടെയാണ് ചെത്തുന്നതെങ്കിൽ കത്തി ഇതുപോലെ, ഇപ്പോൾ കത്തി ഇങ്ങനെ തിരിച്ച് പിടിച്ച് പുറകിലേക്ക് ഒരു ശകലം, ഇപ്പോൾ ഇവിടം വരെ കാനയാണ്, ഇവിടം വരെ ചെത്തിയതിന് ശേഷം പിന്നെ മുൻകാന ഇങ്ങോട്ട് ചെത്തി കൊണ്ടുവന്നിട്ട് ഈ മുൻകാനയ്ക്ക് ഇതേപോലെ ഒരു കുത്തു കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാനതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഞാൻ ഒരു കയ്യിൽ കത്തി പിടിച്ച് ചെത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഈ മരത്തിൽ ചെത്തുമ്പോൾ ഒത്തിരി പാല് വരില്ല, കാരണം നമ്മൾ മഴ ആയതുകൊണ്ട് ഏകദേശം 12 ദിവസത്തോളം ചെത്താതെ കിടന്നിട്ട് ഇന്ന് തെളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയതായിട്ട് പാലുണ്ടാവില്ല. എന്തായാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ചെത്തുന്ന സമയത്ത് മരത്തിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കത്തിയൊക്കെ പിടിച്ചിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ ചെത്തിപ്പോവുക. ഇങ്ങനെ ചെത്തിപ്പോയിട്ട് ഇവിടെ വന്നു, ഇപ്പോൾ കാന വരുന്ന സ്ഥലമാണല്ലോ, ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഇതിങ്ങെടുത്ത് കളയുക. ഓക്കെ, കണ്ടോ, കാനയിൽ നിന്ന് പാല് പൊട്ടി വരുന്നുണ്ടോ. ഏറ്റവും കൂടുതൽ പാൽ അവിടുന്ന് പൊട്ടി വരും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ മുൻകാന കുത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന പാലുണ്ടല്ലോ, ഇങ്ങനെ വിട്ടുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ മുൻകാന കുത്താൻ പോവുക. ഇനി ഇത് കണ്ടോ, ഇവിടുന്ന് കത്തി ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഈ കാന അങ്ങോട്ട് ഇച്ചിരി കുഴിച്ചങ്ങോട്ട് കുത്തി കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് പാലിങ്ങ് ചാടും. നിങ്ങൾ നോക്കിക്കുക, ആ കാന കുത്തിയതിൻ്റെ വ്യത്യാസം കണ്ടോ. നേരത്തെ ഇവിടുന്ന് ഒഴുകി വരുന്ന ആ ഫ്ലോ അതേ ഫ്ലോ തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ കാന കുത്തിയത് കൊണ്ട് ആ കാനയിൽ നിന്ന് പാല് കൂടുതൽ വരും, വീഴ്ച കൂടും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാന ഇതിങ്ങോട്ട് കുത്തി, ചിലർ കാണാം കുത്തി കുറേ കഴിയുമ്പോഴത്തേക്കും ചെത്തി ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നത്. അങ്ങനെ ചെത്തരുത്. നിങ്ങൾ കറക്റ്റായിട്ട് ചാല് കീറുക. ചാല് കീറിയതിന് ശേഷം ഈ കാന കറക്റ്റായിട്ട് കുത്തിയെടുക്കുക. മുൻകാനയും അതുപോലെ പുറകിലത്തെ കാനയും ചെത്തി തന്നെ എടുക്കുക. ഓക്കെ, ആദ്യം ചെത്തുമ്പം ചെയ്യേണ്ടത്, ഈ കാന നിങ്ങളെ ആ പാലിൻ്റെ വീഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെത്തിയത്. ആദ്യം ചെത്തുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ചെത്തി കറക്റ്റാക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ബാക്കി ഇങ്ങോട്ട് ചെത്തി പോവുക. അടിപ്പട്ടയാണ് ചെത്തുന്നതെങ്കിൽ ആദ്യം ബേക്കിലത്തെ കാന ഒരു 1/4 ഭാഗം ചെത്തിയതിന് ശേഷം ഇങ്ങോട്ട് ചെത്തുക. അല്ലെങ്കിൽ പകുതി ഇങ്ങോട്ട് ചെത്തിപ്പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെത്തിയാലും മതി. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും പൊടിയോ അല്ല ഉണ്ടെങ്കിൽ ഈ പകുതി കണ്ട് മുറിച്ച് ചെത്തിയതിൻ്റെ അവിടുന്ന് പാല് പുറത്തേക്ക് മറിഞ്ഞു പോകും. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ടാപ്പിങ്ങിൽ ഞാൻ ചെയ്യുന്ന രീതി. അപ്പോൾ നിങ്ങളെ ഇങ്ങനെയൊക്കെ അല്ല ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കുക. അതിൽ പാലിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക.
ഒരു 10 മരം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ കാന കുത്തിച്ചെത്തുക. മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതിനെക്കാട്ടിൽ പാല് കൂടുതലുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കാം. തീർച്ചയായും പാല് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.